നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി കേസിലെ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ ED വിശദമായി പരിശോധിക്കുന്നു. അങ്കമാലി സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സമ്മർ കോച്ചിംഗ് വോളിബോൾ ക്യാമ്പ് സമാപിച്ചു. മഞ്ഞപ്ര ലയോള റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബ സംഗമവും നടത്തി. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ മുതൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായതിന്റെ ത്യാഗസ്മരണയിലാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചൊവ്വാഴ്ച അറഫ നോമ്പ് പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത ത്യാഗസന്നദ്ധതയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ സുദിനം. ഗൾഫ് നാടുകളിൽ ബുധനാഴ്ചയായിരുന്നു ബലിപ്പെരുന്നാൾ. ബക്രീദിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്ത് 2 ദിവസത്തെ അവധിയായിരുന്നു. CMRL എക്സാലോജിക് മാസപ്പടി കേസിലെ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ ED വിശദമായി പരിശോധിക്കുന്നു. റെയ്ഡിനിടെ പിടിച്ചെടുത്ത പിണറായി വിജയന്റെ മകൾ വീണയുടെ ഫോൺ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വീണയുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉടൻ തന്നെ PMLA കോടതിയിൽ ഹാജരാക്കും. ഇവ വേഗത്തിൽ തന്നെ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് EDയുടെ നീക്കം. വേഗത്തിൽ തന്നെ റിസൾട്ട് ലഭ്യമാക്കാനാണ് ED ശ്രമിക്കുന്നത്. ഡിലീറ്റ് ചെയ്ത രേഖകൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടെടുക്കാമെന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. കണ്ടെടുത്ത രേഖകളും ഡിജിറ്റൽ തെളിവുകളുമെല്ലാം PMLA കോടതിയിൽ സമർപ്പിക്കും. പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് വീണയെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നാണ് സൂചന. ഇതിനു മുന്നോടിയായി CMRL ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയച്ച് മൊഴിയെടുക്കും. അതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായി. CPM പ്രവർത്തകരായ നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ എന്നിവരാണ് പിടിയിലായത്. മറ്റൊരു ജില്ലയിൽ നിന്നും ഒരാളെ കൂടി പിടികൂടിയിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇനിയും കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED സംഘത്തിന് നേർക്കുണ്ടായ ആക്രമണം പെട്ടെന്നുണ്ടായതല്ലെന്നും ആസൂത്രിതമാണ് എന്നുമാണ് ED ആരോപിക്കുന്നത്. യാതൊരു പ്രകോപനവും ഇല്ലാതിരിക്കെ ഇഷ്ടികകളും ഇരുമ്പ് വടികളും ഉപയോഗിച്ച് ആക്രമിച്ചെന്നും ED പറയുന്നു. 3 കാറുകളാണ് ആക്രമണത്തിന് ഇരയായത്. ഒരു കാർ ഡ്രൈവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നും CRPF അംഗങ്ങൾ യാതൊരു പ്രകോപനവും ഉണ്ടാക്കിയില്ലെന്നും ED വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ചായ്പൻകുഴി സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ക്യാഷ് പ്രൈസ് നൽകി വിദ്യാർത്ഥികളെ ആദരിച്ചു. വികാരി ഫാദർ ഡാനിയൽ വാരമുത്ത്, പ്രസിഡന്റ് വർഗീസ് പൊറായി, AA പിയൂസ്, KM ജോസ്, ജോയ് നെടുങ്ങാട്ട് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ ഇടിവ് തുടരുന്നു. പവന് 560 രൂപയാണ് കുറഞ്ഞത്.
1,14,440 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 70 രൂപയാണ് കുറഞ്ഞത്. 14,305 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നതാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. നിലവിൽ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $100 താഴെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്തി അമേരിക്കയും ഇറാനും ഉടൻ തന്നെ സമാധാന കരാറിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണവില കുറയാൻ കാരണം. എന്നാൽ ഇറാനെതിരെയുള്ള ആക്രമണം അമേരിക്ക പുനരാരംഭിച്ചത് ഹോർമൂസ് വഴിയുള്ള എണ്ണ നീക്കത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് എണ്ണവില വീണ്ടും ഉയരാൻ കാരണം. എണ്ണവില 3% ഉയർന്നത്. അമേരിക്കൻ ഡോളർ കൂടുതൽ ശക്തിയാർജിക്കുമെന്ന പ്രവചനങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനം വന്നാൽ ഡോളറിന്റെ മൂല്യം വീണ്ടും ഉയരുമെന്ന കണക്കുകൂട്ടൽ സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. അങ്കമാലി സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സമ്മർ കോച്ചിംഗ് വോളിബോൾ ക്യാമ്പ് സമാപിച്ചു. ഡീപോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ മുഖ്യാതിഥിയായി. ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം വിതരണം ചെയ്തു. മുൻ MLAയും അങ്കമാലി സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ PJ ജോയ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജോണി ചാക്കോ മംഗലത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സമ്മർ വോളിബോൾ ക്യാമ്പ് കോർഡിനേറ്റർ സാജു ചാക്കോ, എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡെന്നി തോമസ്, ജനറൽ സെക്രട്ടറി ജോയ് പോൾ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ PS അനീഷ് എന്നിവർ പ്രസംഗിച്ചു. മന്ത്രിസഭ രൂപീകരണം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന മന്ത്രി ഈ വേദിയിൽ അല്ലെങ്കിൽ അങ്കമാലി പട്ടണത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം പറയുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നെനിക്കറിയാം. പക്ഷേ 1-2 കാര്യങ്ങളിലുള്ള സന്തോഷം, നമ്മുടെ നാടിൻ്റെ ഈ വരൾച്ച മാറ്റാനായിട്ട് പറ്റിയ ഒരു ലീഡർഷിപ്പ്, നേതൃത്വം നമ്മുടെ നാടിന് ലഭിച്ചു എന്നുള്ളൊരു ആത്മാഭിമാനം നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. VD സതീശനെ പോലെയുള്ള ഒരാളെ ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയായി ലഭിച്ചു. സ്പോർട്സ് അസോസിയേഷൻ വോളിബോൾ മാത്രമല്ല എല്ലാ കായിക പരിപാടികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു സംഘടനയാണ്. ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ഇപ്പോൾ നടക്കുന്നത് ഈ ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് തന്നെയാണ്. അതൊരു അങ്കമാലിയിലെ ഒരു മാമാകമാണ്. 2 വർഷം കൂടുമ്പോഴാണ് അത് നടത്താൻ കഴിയുന്നത്. ഭാരിച്ച സാമ്പത്തിക ചെലവുള്ള ഒരു പദ്ധതിയാണ്. കാരണം സ്റ്റേഡിയം ഇല്ല എന്നുള്ളത് കൊണ്ട് സ്റ്റേഡിയം നിർമ്മാണം അടക്കം വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന പരിപാടി. ഇന്നലെ വരെ ഈ കോളേജിൽ നടന്ന സമ്മർ വോളിബോൾ ക്യാമ്പ് അവസാനിച്ചിരിക്കുകയാണ്. 2022 മുതൽ കഴിഞ്ഞ 24 വർഷമായിട്ട് അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അങ്കമാലി സ്പോർട്സ് അസോസിയേഷൻ. അടുത്ത വർഷം സ്പോർട്സ് അസോസിയേഷൻ അതിൻ്റെ ജൂബിലി, സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ കാലം അത്രയും അങ്കമാലിയിലെ സ്പോർട്സ് പ്രേമികളുടെ ഉള്ളിൽ നിറയുന്നൊരു സംഘടനയാണ് അങ്കമാലി സ്പോർട്സ് അസോസിയേഷൻ. 10 ഇവിടെ സാധിച്ചൊക്കെ പറഞ്ഞതുപോലെ ഒരു മന്ത്രിയായി ചുമതലയെടുത്തതിന് ശേഷം അങ്കമാലിയിലെ ആദ്യത്തെ ഒരു ഔദ്യോഗിക ചടങ്ങാണ്. ദേവസയുടെ ഒരു പരിപാടിയിലായാലും ഈ ഡീപോൾ കോളേജിലായാലും വളരെയധികം സന്തോഷമുണ്ട്. ഈ 2 സ്ഥാപനങ്ങളുമായി, പ്രത്യേകിച്ച് ഡീപോൾ കോളേജുമായും അതുപോലെ തന്നെ ASAയുമായും കഴിഞ്ഞ 10 വർഷ കാലയളവിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക്
എന്നും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഈ കോളേജിൽ എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒന്നെങ്കിലും ചുരുങ്ങിയത് ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. അച്ഛനുമായിട്ട് നിരന്തര ബന്ധമാണ്, പല ആവശ്യങ്ങളിലും ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ നാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ അക്കാഡമിക് ആക്ടിവിറ്റീസിനപ്പുറത്ത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ വിവിധ സംഘടനകൾ നടത്തുമ്പോൾ അതിനൊക്കെ എല്ലാ പിന്തുണയും കൊടുക്കുന്ന നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനമാണ് ഈ ഡിപ്പോൾ. ASA അതുപോലെ തന്നെ അങ്കമാലി സ്പോർട്സ് അസോസിയേഷൻ നിരവധി വർഷങ്ങളായി ജോയിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ടൂർണമെന്റുകളും അതുപോലെ തന്നെ കായിക മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തന പരിപാടികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയുടെ വിലക്കയറ്റം സ്വർണ്ണ വായ്പയിലും പ്രതിഫലിച്ചു. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് സ്വർണ്ണ പണയ വായ്പയിൽ 50.4% വർധനവാണ് രേഖപ്പെടുത്തിയത്. 18.6 ലക്ഷം കോടി രൂപയാണ് സ്വർണ്ണ പണയ വായ്പ ഉയർന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വർണ്ണ പണയ കമ്പനികൾക്കും ബാങ്കുകൾക്കും സന്തോഷം പകരുന്നതാണ് കണക്ക്. 2025 സ്വർണ്ണവിലയിൽ 80% വർധനവാണ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,600 കടക്കുകയും ആഭ്യന്തര വിപണിയിൽ വില ഗ്രാമിന് 17,885 രൂപയായി ഉയരുകയും ചെയ്ത കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന പാദത്തിലാണ് സ്വർണ്ണ പണയത്തിൽ റെക്കോർഡ് കുതിപ്പ് പ്രകടമായത്. അതിനുശേഷം വില കുറഞ്ഞെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചുള്ള വായ്പാ വിപണിയിൽ ഈ ഇടിവ് പ്രതിഫലിച്ചിട്ടില്ല. 2026 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിൽ സ്വർണ്ണ പണയ വായ്പകളിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 115% വർധനയാണ് രേഖപ്പെടുത്തിയതെന്ന് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോയായ എക്സ്പീരിയൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതായത് 7.6 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണ പണയ വായ്പയാണ് ഈ കാലയളവിൽ നടന്നത്. മുത്തൂറ്റ്, മണപ്പുറം, IIFL തുടങ്ങിയ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ഈ കുതിപ്പിന് നേതൃത്വം നൽകിയത്. ഇവരുടെ വിപണി വിഹിതം 2025 സാമ്പത്തിക വർഷത്തിലെ 28% നിന്ന് 2026 സാമ്പത്തിക വർഷത്തിൽ 40% ഉയർന്നു. അതേസമയം ഈ രംഗത്ത് മുൻപന്തിയിലായിരുന്ന പൊതുമേഖലാ ബാങ്കുകളുടെ വിഹിതം 41% നിന്ന് 34% കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പേഴ്സണൽ ലോണുകളെയും ക്രെഡിറ്റ് കാർഡുകളെയും മറികടന്നാണ് സ്വർണ്ണ പണയ വായ്പകൾ മുന്നേറിയത്. മഞ്ഞപ്ര ലയോള റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബ സംഗമവും നടത്തി. ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് അംഗം TP വേണു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PR സതീശൻ അധ്യക്ഷത വഹിച്ചു. KN ലാലു, AV രാജു അമ്പാട്ട്, ആനന്ദവല്ലി നാരായണൻ, ശശികുമാർ മഠത്തിൽ, സുരേന്ദ്രൻ വിരുത്തൻ കണ്ടത്തിൽ, പാവോസ് മുണ്ടാടൻ എന്നിവർ പ്രസംഗിച്ചു. പതാക ഉയർത്തൽ, ബോഡി ഇവാലുവേഷൻ ക്യാമ്പ്, അനുസ്മരണം, പഠനോപകരണ വിതരണം, ആദരിക്കൽ, അവാർഡ് വിതരണം, കലാപരിപാടികൾ, സമ്മാനദാനം, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. നിരോധനം ഉടൻ നടപ്പാക്കണമെന്നും നിർദ്ദേശം. ബക്രീദിനോ മറ്റേതെങ്കിലും ദിവസമോ ഒരിടത്തും പശുക്കളെയോ കന്നുകുട്ടിയെയോ കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ജസ്റ്റിസ് GR സ്വാമിനാഥൻ, ജസ്റ്റിസ് V ലക്ഷ്മിനാരായണൻ എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ച് ചീഫ് സെക്രട്ടറിയോടും DGPയോടും ആവശ്യപ്പെട്ടു. സർക്കാർ നടപടിയെ കുറിച്ചറിയാൻ കേസ് വെള്ളിയാഴ്ച വാദത്തിനെടുക്കാൻ രജിസ്ട്രിക്കും നിർദ്ദേശം നൽകി. ഹിന്ദു മക്കൾ കക്ഷി യുവജന വിഭാഗം സെക്രട്ടറി K സൂര്യപ്രശാന്ത് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് വിധി. ബക്രീദിന് അധികൃതർ അംഗീകരിച്ച സ്ഥലത്തല്ലാതെ പൊതു
ഇടങ്ങളിൽ കശാപ്പ് ചെയ്യാൻ അനുവദിക്കരുത് എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ശ്രീകൃഷ്ണന്റെ കാലം മുതൽ പശുവിനെ ആരാധിക്കുന്നു. പല മുസ്ലിം രാജാക്കന്മാരും ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ഗോ സംരക്ഷണം ഗാന്ധിജി ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം നിരവധി സംസ്ഥാനങ്ങൾ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. അത് കോടതികളും ശരിവെച്ചിട്ടുണ്ട്. ബക്രീദ് ദിനത്തിൽ എല്ലാ മുസ്ലിങ്ങളും പശുക്കളെ ബലിയർപ്പിക്കാറില്ല എന്ന സുപ്രീം കോടതി നിരീക്ഷണം ഹൈക്കോടതി ഉദ്ധരിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരാൾക്ക് തന്റെ മതവിശ്വാസവും ആശയവും പ്രകടിപ്പിക്കാൻ ബക്രീദിന് പശുവിനെ ബലിയർപ്പിക്കുന്നത് നിർബന്ധിത പ്രവൃത്തിയായിരുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഞായറാഴ്ച വരെ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. വെറ്റിലപ്പാറ ചിക്ലായി ഉദിനിപ്പറമ്പൻ വറീദിന്റെ ഭാര്യ മറിയംകുട്ടി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് അരൂർ മൊഴി സെന്റ് പോൾസ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി കേസിലെ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ ED വിശദമായി പരിശോധിക്കുന്നു. അങ്കമാലി സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സമ്മർ കോച്ചിംഗ് വോളിബോൾ ക്യാമ്പ് സമാപിച്ചു. മഞ്ഞപ്ര ലയോള റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബ സംഗമവും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.